ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു ക്ലാസ് റൂം. അപ്പോൾ നമ്മൾ ഈ പിക്ചറിൽ വീഡിയോയിൽ കാണുന്നത് പോലെ അക്രിലിക് പെയിൻറ്റിംഗ് ആണ് ചെയ്യുന്നത് കേട്ടോ. അക്രിലിക് പെയിൻറ്റിങ്ങിൽ ഗ്രാസ് ആണ് ചെയ്യുന്നത്. അപ്പോൾ അക്രിലിക് പെയിൻറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഈ ട്യൂബിൽ കിട്ടുന്ന സംഭവമാണ് കേട്ടോ. പലരും ചോദിക്കാറുണ്ട് അക്രിലിക് പെയിൻറ്റിങ്ങും അതേപോലെ തന്നെ ഫാബ്രിക് പെയിൻറ്റിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളത്. അക്രിലിക് പെയിൻറ്റിങ് ആ ട്യൂബിൽ കിട്ടുന്നത് കുറച്ച് ടൈറ്റ് ആയിട്ടായിരിക്കും, മറ്റേത് കുറച്ച് ലൂസാണ്. രണ്ടും ഒരേ യൂസ് തന്നെയാണ്, രണ്ടും നമുക്ക് ക്ലോത്തിൽ യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ ക്യാൻവാസിൽ ഫാബ്രിക് പെയിൻറ്റിങ് എന്ന് പറഞ്ഞാൽ ബോട്ടിൽ കിട്ടുന്ന സാധനം കുറച്ച് ലൂസായിരിക്കും, എന്നാലും ഞാൻ ചിലപ്പോഴൊക്കെ നമ്മുടെ ട്യൂബിൽ കിട്ടുന്ന കളേഴ്സ് എന്താ പറയുക, എപ്പോഴും ഇങ്ങനെ യൂസ് ചെയ്യുന്നതുകൊണ്ട് ചിലപ്പോൾ അത് തീർന്നു പോകില്ല, അപ്പോൾ ഒക്കെ ഫാബ്രിക് പെയിൻറ്റിങ് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ രണ്ടിനും ഒരേ യൂസ് തന്നെയാണ് കേട്ടോ. നമ്മൾ ഇത് 2016 ചെയ്തിട്ടുണ്ടായിരുന്നൊരു വർക്കാണ്. എക്സിബിഷന് വേണ്ടി ഒരുപാട് വർക്കുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല. അപ്പോൾ നമ്മൾ ഈ ഗ്രീൻ കളറിൽ കിടക്കുന്ന ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, അതാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ പേപ്പറിൽ അല്ലെങ്കിൽ ക്ലോത്തിൽ ഇതുപോലെ കട്ടിയുള്ള പേപ്പറാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ കട്ടിയുള്ള പേപ്പറിൽ എടുക്കണം കേട്ടോ. ഫസ്റ്റ് ഗ്രീന് അപ്ലൈ ചെയ്യണം കേട്ടോ, ഫസ്റ്റ് ടോണായിട്ട്. എന്നിട്ട് ഇതുപോലെ യെല്ലോ ആണ് യൂസ് ചെയ്യേണ്ടത്. ഞാനത് യൂസ് ചെയ്യുന്നത് ബ്രഷ് ഉണ്ടല്ലോ, ഫ്ലാറ്റ് ബ്രഷാണ്. നിങ്ങൾ പോയിട്ട് പുതിയ ബ്രഷ് യൂസ് ചെയ്ത് കേട്ടോ. നമ്മൾ കേട് വന്നിട്ടുള്ള ബ്രഷില്ല, അത് വെച്ചിട്ട് ആ ഒരു ബ്രഷ് സ്ട്രോക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയിൽ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ കേട് വന്നിട്ടുള്ള ബ്രഷ് നമ്മളിങ്ങനെ ബ്രഷ് ഇങ്ങനെ യൂസ് ചെയ്തിട്ട് പിന്നെ ചിലപ്പോൾ ഇങ്ങനെ കട്ട പിടിച്ച് പോകുമല്ലോ, ഒരു എന്താ പറയുക, നല്ല വൃത്തിക്കല്ല, നമ്മൾ എത്ര കഴുകിയാലും വൃത്തിക്കല്ലാത്ത രീതിയിലും അത് ഡ്രൈ ആയിട്ട് വന്നിട്ടാണ്. അങ്ങനത്തെ ബ്രഷ് വെച്ചിട്ട് നിങ്ങൾ ഗ്രാസും കാര്യങ്ങളൊക്കെ എന്താ പറയുക ബ്രഷ് സ്ട്രോക്ക് വെച്ചിട്ടുള്ള എഫക്റ്റ് ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ നമ്മൾ ഈ 10 മിനിറ്റിൻ്റെ 5 മിനിറ്റിൻ്റെയൊക്കെ വീഡിയോ ഇടുമ്പോൾ ആൾക്കാർ കരുതുന്നത് ഇത് ഇത്ര സമയം കൊണ്ട് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന സംഭവമാണ് എന്നുള്ളതാണ്. ഈ ഒരു ഗ്രാസ് മാത്രം തന്നെ ഞാൻ 2 ദിവസം വെച്ചിട്ടാണ് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത് കേട്ടോ. അതായത് റീമേക്കിങ്ങിൻ്റെ കാര്യമാണ് പറഞ്ഞത്. നമ്മൾ ആദ്യം 3 ദിവസം വെച്ചിട്ടാണ് ഈ ക്യാൻവാസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല റിസ്ക്കാണ് ഓരോ വർക്കുകളും ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അക്രിലിക് പെയിൻറ്റിങ് പഠിപ്പിച്ച് തരുമെന്ന് ഒരുപാട് കുട്ടികൾ ചോദിക്കലുണ്ട്. നമ്മളിനി നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ അതിൻ്റെ ക്ലാസ്സുകൾ ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടും കൂടി ഉണ്ടാവണമെന്നെങ്കിൽ മാത്രമാണ് നമുക്ക് നല്ല നല്ല വീഡിയോസ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഓരോ വർക്കുകളും നിങ്ങൾക്ക് വേണ്ടിയിട്ട് അപ്ലോഡ് ചെയ്യുന്നത്. ഇപ്പോഴും തന്നെ ഒരുപാട് വർക്കുകൾ ഞാനിവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് വ്യൂസ് കുറവായതുകൊണ്ട് നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലാത്തത് കൊണ്ട് തന്നെ അപ്ലോഡ് ചെയ്യാൻ മടിയാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് യെല്ലോ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സെക്കൻഡ് നമ്മൾ സാപ്ഡീനാണ് കേട്ടോ. ഇതുപോലെ ഈ ബ്രഷ് വെച്ചിട്ട് തന്നെ കുറച്ച് വലിയ ബ്രഷാണ് കേട്ടോ. ഞാൻ അന്ന് എടുത്തത് എനിക്ക് തോന്നുന്നു 8ഓ 9ഓ ആണ് കേട്ടോ. ബ്രഷിൻ്റെ നമ്പറാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഫ്ലാറ്റ് ബ്രഷ്, അതായത് അറ്റം പരന്നിട്ടുള്ള ബ്രഷ് വെച്ചിട്ടാണ് ഞാനിങ്ങനെ ബ്രഷ് സ്ട്രോക്ക് ചെയ്യുന്നത് കേട്ടോ. ഇത് ഫസ്റ്റ് ചെയ്ത് വരുമ്പോഴൊക്കെ ഇത് കംപ്ലീറ്റ് ആവുമോ വൃത്തിയാവുമോ എന്നുള്ളതൊക്കെ ഡൗട്ട് ഉണ്ടാവും. ലാസ്റ്റ് ഫിനിഷിങ്ങിൽ നല്ല ഭംഗിയുണ്ടായിരുന്നു ഈ വർക്ക് കേട്ടോ. ഞാനിവിടെ അന്ന് എക്സിബിഷൻ്റെ സമയത്ത് കംപ്ലീറ്റ് ആവാത്തതുകൊണ്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന അവിടെ കംപ്ലീറ്റ് ആക്കാതെ വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ. ജസ്റ്റ് ഒരു പേപ്പറിൽ ഇതുപോലെ ഗ്രീൻ അപ്ലൈ ചെയ്യാം, പിന്നെ യെല്ലോ. ഇനി ഞാനിപ്പോൾ ചെയ്യുന്നത് കുറച്ച് ബ്ലാക്കാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ബ്ലാക്ക് ഇതുപോലെ ആ ഒരു ബ്രഷ് കഴുകി നന്നായിട്ട് തുടച്ചതിന് ശേഷം ഇതുപോലെ ബ്രഷ് സ്ട്രോക്ക് വെച്ച് കൊടുക്കുക തന്നെയാണ് ചെയ്യുന്നത്. നിങ്ങൾ വെറുതെ വീഡിയോ കണ്ടാൽ മാത്രം പോരാ കേട്ടോ, കൂടെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ട് എൻ്റെ എന്താ പറയുക ഇൻസ്റ്റാ പേജിൽ നിങ്ങളൊന്ന് അയച്ചു തരാം. അതല്ലാന്നുണ്ടെങ്കിൽ കമ്മ്യൂണിറ്റിയിൽ നമ്മുടെ വാട്സപ്പ് നമ്പറുണ്ട് നമ്മുടെ ക്ലാസ്സിൻ്റെ, അതിലേക്ക് നിങ്ങൾ ചെയ്തിട്ടുള്ള വർക്ക് അയച്ചു തരിക. ഓക്കെ. അപ്പോൾ നിങ്ങൾ കുറേ കുട്ടികൾ ഡൗട്ടും കൊണ്ട് വരാറുണ്ട്. പക്ഷെ നമ്മുടെ ചാനലിലുള്ള ഇട്ടിട്ടുള്ള ആ വീഡിയോൻ്റെ ഡൗട്ടാണെങ്കിൽ ചോദിക്കുന്നതിന് കുഴപ്പമില്ല. ഏതൊക്കെയോ ചാനൽ കയറിയിട്ട് കണ്ടിട്ട് അതെന്താ അങ്ങനെ ഇങ്ങനെ ചോദിച്ച് വരരുത് ദയവ് ചെയ്തിട്ട്. കാരണം നമ്മൾ ആ ചാനൽ കണ്ടിട്ടും കൂടി ഉണ്ടാവില്ല. അപ്പോൾ നമ്മളെ ചാനലിലുള്ള വീഡിയോസ് തന്നെ കണ്ടിട്ട് അതിൽ നിന്നുള്ള ഡൗട്ട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്കതിന് ആൻസർ ചെയ്യാൻ എളുപ്പമായിരിക്കും കേട്ടോ. കാരണം നമ്മളെപ്പോഴും ഇങ്ങനെ യൂട്യൂബിൽ ഇരിക്കുകയല്ലല്ലോ, നമ്മൾ പല പ്രോഗ്രാമും കൊണ്ട് നടക്കുകയല്ലേ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക കേട്ടോ. ഇത് പിന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ ഭയങ്കര എന്താ ഇത് നിങ്ങളൊക്കെ ഒരു ചിന്തയൊക്കെ വരും, പക്ഷെ നിങ്ങൾ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങൾക്ക് ഈ പിക്ചർ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ ഒന്ന് പറയുക കേട്ടോ. പിന്നെ നമ്മുടെ ചാനലിൽ മാറ്റം വരുത്തേണ്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻ്റായിട്ട് ചേർക്കുക. പിന്നെ ഗിവ് അവേ ഒക്കെ നടത്തണമെന്ന് കരുതിയിട്ടുണ്ടായിരുന്നു. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് പറയുക. എങ്ങനെയാണ് ഗിവ് അവേ നടത്തേണ്ടത് എന്നുള്ളതൊക്കെ നിങ്ങളൊന്ന് കമൻ്റായിട്ട് എഴുതുക. പിന്നെ അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് വലിയൊരു ക്യാൻവാസാണ്.
2-3 ഫീറ്റ് ഉണ്ട്. നമ്മളിത് ഈസെല്ലാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. അതായത് സ്റ്റാൻഡ് ഞാൻ ഉണ്ടാക്കിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ആവശ്യമുള്ളവർ നമ്മുടെ എജുമാർട്ട് പോലെയുള്ള പേപ്പർ സ്റ്റേഷനറി സംഭവങ്ങളൊക്കെ കിട്ടുമല്ലോ, ആ ഒരു ഷോപ്പിൽ പോയിട്ട് വാങ്ങുക കേട്ടോ. ഇത് മരത്തിൻ്റെ അല്ല, നമ്മുടെ ഇരുമ്പോ സ്റ്റീലോ എന്തോന്നുണ്ട്, അങ്ങനത്തെ ഷോപ്പിൽ കാണാറുണ്ട്. അപ്പോൾ കുറഞ്ഞ റേറ്റേ ഉള്ളൂ. അപ്പോൾ താല്പര്യമുള്ളവർ അത് വാങ്ങുക. കാരണം നമ്മൾ എപ്പോഴും ഇങ്ങനത്തെ ഓരോ സ്റ്റാൻഡുമ്മൽ വെച്ചിട്ട് ചെയ്യുമ്പോൾ നമുക്കതിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ഇപ്പോൾ ഇവിടെ പുറത്ത് നല്ല വെളിച്ചമാണ്, അതുകൊണ്ടാണ് നമുക്ക് ഒരു വൃത്തിക്ക് ഇത് ചെയ്യുന്നത് കാണാൻ പറ്റാത്തത്. നമ്മൾ ആദ്യം ബ്രഷ് സ്ട്രോക്ക് വെച്ചിട്ട് വലിയ ബ്രഷ് വെച്ചിട്ടാണല്ലോ നമ്മൾ സ്ട്രോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ലൈൻസായിട്ട് ഇതുപോലെ ഇങ്ങനെ കൊടുക്കുക കേട്ടോ. ഹൈലൈറ്റുള്ള ഭാഗത്തൊക്കെ യെല്ലോ വിത്ത് വൈറ്റ് മിക്സ് ചെയ്യുക. എന്നിട്ട് വേണം ഇതുപോലെ ലൈനായിട്ട് കൊടുക്കുക. ഒരുപാട് ടോണുകൾ നമ്മളിങ്ങനെ വെക്കുമ്പോഴാണ് ആ ഒരു ഫിനിഷ്ഡ് വർക്ക് നല്ലൊരു ഭംഗി ഉണ്ടാവുള്ളൂ കേട്ടോ. ഞാനും തന്നെ സത്യം പറയാലത് ചെയ്തിങ്ങനെ തുടങ്ങിയപ്പോൾ ഇത് കംപ്ലീറ്റ് ആകുന്നില്ലല്ലോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇത് കംപ്ലീറ്റ് ആയപ്പോൾ ഭയങ്കര നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇപ്പോൾ ആ പിക്ചർ, ഇപ്പോൾ എനിക്ക് ആ പിക്ചറിൽ ഈ ഒരു ഗ്ലാസ് മാത്രമല്ല, അതിൽ വലിയൊരു ട്രീ ഉണ്ടല്ലോ, ആ ട്രീ ഒക്കെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റാനാണ് തോന്നുന്നത്. പക്ഷെ അതിന്മേൽ തൊട്ടാൽ പിന്നെ ഒരുപാട് വർക്കുകളുണ്ടാവും. ഞാൻ പറഞ്ഞല്ലോ, ഈ ഗ്രാസ് മാത്രം 2 ദിവസം വെച്ചിട്ടാണ് ഞാൻ അത് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഗ്രാസ് ചെയ്യുമ്പോൾ ഏതൊക്കെ കളറാണ് നമ്മൾ യൂസ് ചെയ്തതെന്നുള്ള മറന്നു പോകണ്ട. ഗ്രീന്, യെല്ലോ, ബ്ലാക്ക് എന്നിവയൊക്കെയാണ് നമ്മളിതിൽ യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് നമ്മുടെ ഒന്നെങ്കിൽ ഇൻസ്റ്റാ പേജിൽ അയച്ചുതരാം, അതല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്സിൻ്റെ വാട്സപ്പ് നമ്പറുണ്ട്, അതിലേക്ക് അയച്ചു തരാം കേട്ടോ. മുമ്പ് ചെയ്തിട്ടുള്ള വർക്ക് ആയതുകൊണ്ട് തന്നെ ഇവിടെയൊക്കെ ചെറിയൊരു ഡള്ള് ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ചെറുതായിട്ടൊന്ന് ആ യെല്ലോയിലേക്ക് വൈറ്റ് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ 4 ഭാഗവും ഒന്ന് വൈറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിലുള്ള ഈ ക്യാൻവാസ് വർക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് പറയുക. അപ്പോൾ നിങ്ങൾ ഒരുപാട് കുട്ടികൾ മുമ്പ് അക്രിലിക് പെയിൻറ്റിങ്ങിൻ്റെ ട്യൂട്ടോറിയൽ ഇടുമോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണ് ഇടണോ വേണ്ടതെന്നുള്ളതൊക്കെ നിങ്ങൾ പറയുക. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് തരം പെയിൻറ്റിങ്ങാണ് പഠിക്കാൻ ഇഷ്ടം എന്നുള്ളത് പറയുക കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് സ്കൂളിലേക്ക് വേണ്ട പ്രൊജക്റ്റ് വർക്കുകളാണ് എന്നുണ്ടെങ്കിലും നിങ്ങൾ കമൻ്റായിട്ട് ചേർക്കുമെങ്കിലാണ് എനിക്ക് നിങ്ങൾക്ക് അനുസരിച്ചിട്ടുള്ള വീഡിയോസ് ഇടാൻ പറ്റുള്ളൂ. ഓക്കെ.